ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും മക്കളാണ് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും എന്ന് ഖുർആൻ ഉറപ്പിച്ചു പറയുന്നു. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റത്തറ വാട്ടുകാർ നാം നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കത്ത മനുഷ്യവർഗം. ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളായിട്ടാണ് ലോകത്ത് മനുഷ്യവാസം ഉത്ഭവിക്കുന്നത്. നരവംശ ശാസ്ത്രജ്ഞന്മാർ മനുഷ്യനെ ഈ ഭൂമുഖത്ത് വന്നിട്ട് എത്രയായി എന്ന് നിഗമനം ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ഒടുവിലത്തെ ബുദ്ധിജീവിയായ ഒരു സൃഷ്ടിയാണ് ഇവിടെ ഭൂമുഖത്ത്. മനുഷ്യന്റെ മുമ്പ് നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക സൃഷ്ടികളും മനുഷ്യന് മുമ്പുണ്ട്. നമ്മളെ ഏറ്റവും ഒടുവിൽ ഭൂമി നമ്മളെക്കാൾ മുമ്പുണ്ട്. ഭൂമി അമ്പലമില്ലാതെ കുറെ കാലം ഈ ഭൂമി അമ്പലമില്ല. ഭൂമിയിൽ എവിടെയും അമ്പലമില്ല. ഭൂമിയിൽ എവിടെയും പള്ളിയില്ല. ഭൂമിയിൽ എവിടെയും സിനഗോഗുകളില്ല. ഭൂമിയിൽ എവിടെയും ചർച്ചുകളില്ല. അങ്ങനെ ഒരു വലിയ കാലം ഭൂമുഖത്ത് കഴിഞ്ഞു പോകുന്നുണ്ട്. ഹിന്ദുമതമില്ല, ക്രിസ്തു മതമില്ല, ജൈനമതങ്ങളില്ല, ഒന്നുമില്ലാത്ത കാലം. കാരണം അന്ന് മനുഷ്യനില്ല. മതം എന്ന നിലയിൽ ജന്തുലോകത്ത് ക്രിസ്തു മതമില്ല. ജന്തുലോകത്ത് ബുദ്ധ സന്യാസിമാരുടെ ദർശനങ്ങൾക്ക് സ്വാധീനമുണ്ടായിട്ടില്ല. പക്ഷിമൃഗാദികൾക്കിടയിൽ ഇതില്ല. മൊണാർക്ക് ചിത്രശലഭങ്ങൾക്കിടയിൽ ഇതില്ല. ഹീൽ മത്സ്യങ്ങൾക്കിടയിൽ ഇതില്ല. മരച്ചില്ലകളിൽ കൂടുകൂട്ടുന്ന ഒരു പക്ഷിക്കും മതമില്ല. മതമുള്ളത് മനുഷ്യനാണ്. ദർശനങ്ങളുള്ളത് മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പച്ചയായി ചിന്തിക്കാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. വേദങ്ങളുണ്ട് ഒരുപാട്. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിലെ കൊളംബസ് ഓഡിറ്റോറിയത്തിൽ 4000-ന് മീതെ വരുന്ന ലോക മതമഹാസമ്മേളനത്തിന്റെ ശ്രോതാക്കളും നേതാക്കന്മാരും എല്ലാം ഉള്ള സദസ്സിൽ വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ് ഞാൻ വരുന്ന ഇന്ത്യ. ലോകമതങ്ങൾ, ലോക ദർശനങ്ങൾ, വിവിധ വീക്ഷണങ്ങൾ. നമുക്കറിയാവുന്ന പോലെ ഭഗവത്ഗീത ഉണ്ട്, രാമായണവും മഹാഭാരതവും. മഹാഭാരതത്തിലെ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന 18 അധ്യായമാണ് ഭഗവത്ഗീത. 10 മണ്ഡലങ്ങളുള്ള ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുകൾ, അരണ്യകങ്ങൾ, ശ്രുതികൾ, സ്മൃതികൾ, ഇതെല്ലാമുള്ള ഒരു നാടാണിത്. ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും ബൈബിൾ ഈ നാട്ടിലേക്ക് വന്നു. സൗദി അറേബ്യയെ ബേസ് ചെയ്ത് കച്ചവടക്കാർ ഇവിടെ വന്നു. അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആളുകൾ കണ്ടു, അത്ഭുതപ്പെട്ടു, കൗതുകപ്പെട്ടു. കാരണം അതുവരെ ഇങ്ങോട്ട് വന്ന മതങ്ങൾക്കൊക്കെ ബിംബങ്ങളുണ്ട്, ആരാധനാമൂർത്തികളുണ്ട്, അവരുടെ ആചാര്യന്മാരുടെ ഫോട്ടോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇസ്ലാമിന് അതൊന്നും ഉണ്ടായിരുന്നില്ല. പോയിന്റ് ഒന്നാണ്, വളരെ പ്രധാനമായ ഒരു പോയിന്റ്. ഇന്നും ആകാശത്തിന്റെ ചുവട്ടിൽ ബിംബമില്ലാത്ത, ഫോട്ടോ ഇല്ലാത്ത ഒറ്റ നേതാവേ ഉള്ളൂ, ഒരൊറ്റ മതത്തിനേ അതുള്ളൂ. അത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. ഫോട്ടോ ഇല്ല, ബിംബമില്ല, ഒന്നുമില്ല. കാരണം അതിനൊക്കെ എതിരായിരുന്നു അദ്ദേഹം. കാരണം അതൊക്കെ മനുഷ്യന്റെ വിശ്വാസങ്ങളിൽ വമ്പിച്ച വ്യതിചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രവാചകന് അറിയാമായി. പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ എവിടെയും ദിവ്യത്വം ചമയുന്നൊരവസ്ഥ. അതായത് പ്രവാചകൻ ഒരു ദൈവമായി, ഒരു മനുഷ്യ ദൈവമായി അവതരിക്കുന്ന ഒരവസ്ഥ. എല്ലാ പഴുതുകളും അടച്ച നേതാവായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലും നിരുത്സാഹപ്പെടുത്തിയ നേതാവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കൈ പിടിച്ചു മുത്തുക, നബീനെ അങ്ങനെ കൊണ്ടെടുക്കുക ഒന്നും ഇഷ്ടമില്ല. ഒരാൾ കൈ പിടിക്കുന്ന പോലും ഇഷ്ടമില്ലായിരുന്നു നബിക്ക്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾഡറിൽ നിന്ന് ഒട്ടകപ്പുറത്തിരിക്കവേ ഷോൾഡറിലെ തട്ടം താഴെ വീണു. ശിഷ്യഗണത്തിൽപ്പെട്ട ഇബ്നു അബ്ബാസ് കുനിഞ്ഞു അതെടുക്കാൻ. അവർ റസൂൽ ചോദിച്ചു, അബ്ബാസ്, ആ തട്ടം ആരുടേതാണ്? അങ്ങുന്നിൻ്റെതാണ്. എന്റെ ഷോൾഡറിൽ നിന്ന് വീണ തട്ടം എടുക്കാൻ നിന്റെ കൈകൾ ആവശ്യമില്ല, അതിന് എനിക്ക് പടച്ചോൻ കൈതം. ലോകത്ത്, ഞാൻ പറയുന്നു, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നേതാവിനെ ലോകം ഇന്നോളം കണ്ടിട്ടില്ല, നാളെ കാണാനും പോണില്ല.
ഒരു സംശയം വേണ്ട. ഇന്നിപ്പോ നമുക്ക് കേരള യാത്രയിലൊക്കെ നമ്മൾ കാണുന്നത് പടച്ചോനെ ഫുള്ളായിട്ട് ആ കൗമ മറന്നു. ആകെ പടച്ചോൻ പോലെ അംഗീകരിക്കണം ആ തെക്കുബീർ ചെല്ലുമ്പോൾ മാത്രമാണ്. ബാക്കി എല്ലാവരുടെ മനസ്സിലെ പടച്ചോന്മാരാണായിരിക്കുന്നത്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. പടച്ചോനേക്കാൾ അവർക്ക് ഇഷ്ടം അവരോടാണ്. പടച്ചോന്റെ 10 പ്രത്യേകത ഒരൊറ്റ ജില്ലയിലും പ്രസംഗിച്ചില്ല. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ ചിന്തിച്ചോ. കാസർഗോഡ് തുടങ്ങി തന്നെ ഒരു ശിർക്കിന്റെ കൂടാരത്തുന്ന ദർഗേന്ന് ഇസ്ലാം എത്രയോ നിരുത്സാഹപ്പെടുത്തിയ ഒരു സംഗതി ഉള്ളർത്തുന്ന ബർക്കത്തില്ലാത്തടത്തുന്ന തുടങ്ങിയ. ബർക്കത്തില്ലെന്ന് മാത്രമല്ല, ശാപമേറ്റു വാങ്ങുന്നിടത്തുന്ന തുടങ്ങിയ. കാരണം അവിടെ മനുഷ്യനെയാണ് ആരാധിക്കുന്നത്, ദൈവത്തെ അല്ല. ആരാധന എന്താണെന്ന് അറിയണം, പഠിക്കണം. അതുകൊണ്ട് നമുക്ക് ശരിക്കും ചിന്തിക്കാം, എന്താണ് മതം? ഖുർആനിന്റെ സന്ദേശത്തിലെ കാതലായ സന്ദേശങ്ങൾ എന്താണ്? ഖുർആൻ ഒരിക്കൽ പോലും ഒരു പ്രദേശത്തിന്റെ ദൈവത്തെ പരിചയപ്പെടുത്തിയില്ല. ഞാൻ പറയുന്ന ഓരോ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പ്രദേശത്തിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ ദൈവത്തെ പരിചയപ്പെടുത്താതെ ദൈവത്തെ കൃത്യമായി അവതരിപ്പിച്ചൊരു ഗ്രന്ഥം, അത് ഖുർആനിനോളം ലോകത്ത് ഇത്ര പ്രൗഢമായി അവതരിപ്പിച്ച പൂർവ്വഗ്രന്ഥങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നു, പിന്നീട് മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് അത് വിധേയമായി. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. സൂറത്ത് ബഖറ 2-79. മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വേദങ്ങൾ വിധേയമായി. അങ്ങനെ വിധേയമായപ്പോ മനുഷ്യന്റെ വചനവും ഉണ്ടായി, ദൈവത്തിന്റെ വചനവും ഉണ്ടായി. രണ്ടും മനസ്സിലാകാത്ത അവസ്ഥ മാനവകുലത്തിന് വന്നപ്പോ നിങ്ങൾ നോക്കൂ, തൗറാത്തിനെ പറ്റി ഖുർആൻ പറയുന്നത് എന്താണ്? ശരിക്കും നമുക്ക് ഒരുപാട് സന്തോഷത്തിന് വക നൽകുന്ന പരാമർശങ്ങളാണ് ഖുർആനിലുള്ളത്. തൗറാത്ത് ഒരു ക്രിസ്ത്യാനിയോട് ചോദിക്കുക ഖുർആൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ പറയും വേണ്ട. ഒരു മുസ്ലിമിനോട് ചോദിക്കും തൗറാത്ത് അംഗീകരിക്കണോ? തൗറാത്തിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലോ മുസ്ലിം ആകൂല്ല. ഒരു ജൂതന്റെ അടുത്ത് എന്നിട്ട് നിന്റെ തൗറാത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയാനാണ് ഇസ്ലാം ആവശ്യപ്പെട്ടത്. അതോടുകൂടി തന്നെ അകലല്ലാതെ നിന്റെ ഗ്രന്ഥം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തട്ടിയാലോ ഉലമ്മിൽ അകന്നു. എടാ, നിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. എടാ, നമ്മൾ ഒന്നാണെടാ എന്ന് പറയാനാണ് ഇസ്ലാം പറഞ്ഞത്. ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതും ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതും ഞങ്ങൾ വിശ്വസിച്ചു. ഈ ഒരു പ്രഖ്യാപനം ലോകത്ത് ഇസ്ലാമിനല്ലാതെ വേറെ എവിടെയുള്ളത്? തൗറാത്തിൽ വിശ്വസിച്ചു, ഇഞ്ചീലിൽ വിശ്വസിച്ചു. കാരണം എന്താണ്? ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദം വനൂർ. വിശുദ്ധ ഖുർആൻ പറയാണ്, തീർച്ചയായും തൗറാത്തിനെ ഇറക്കിയത് പടച്ച തമ്പുരാനാണ്. ഫീഹ, ആ തൗറാത്തിലുണ്ട്, ഹുദൻ മാർഗദർശനം, നൂർ പ്രകാശം. കേട്ടോ, തൗറാത്ത് ജൂതന്മാരുടെ കയ്യിലെ തൗറാത്ത്, അതിലെന്തുണ്ട്? ദിവ്യ വെളിപാടുണ്ട്, മാർഗദർശനമുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? അതും ഖുർആൻ പറയുന്നു. 5-ാം അധ്യായം 44-46 വരെയുള്ള വചനം. ഇഞ്ചീലിറക്കി, ഇഞ്ചീൽ സുവിശേഷം ഇതൊക്കെ അവതരിപ്പിച്ചതാരാണ്? തൗറാത്ത് ഇറക്കി, ഇഞ്ചീൽ ഇറക്കി, സബൂർ ഇറക്കി, സുഹഫി ഇബ്രാഹിം മൂസാക്കും ഇബ്രാഹിമിനും ഗ്രന്ഥങ്ങൾ നൽകി. ഇത് അപാരമാണ്, ഇത് നിസ്സാരമല്ല. ഒരു പള്ളിയിൽ അച്ഛൻ വന്നിട്ട് പറയാണ് മുസ്ലിങ്ങളോട്, നിങ്ങളെ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയാൻ കഴിയില്ല അവർക്ക്. നേരെ മറിച്ച് പള്ളിയിൽ അച്ഛനോട് പറയാം, നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചു. പിന്നെ എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിന് ശേഷം നിങ്ങളെ ആയിരുന്നു ചുമതല ഏൽപ്പിച്ച്. ഖുർആൻ പറയാം, അവരുടെ പണ്ഡിതന്മാരെ അതിന്റെ ചുമതല ഏൽപ്പിച്ചു. പക്ഷെ അവർ അതിൽ കൃത്രിമത്വം കാണിച്ചു. ഖുർആൻ പറയാം, എന്നിട്ട് ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞു, ഖുർആന്റെ സംരക്ഷണം നിങ്ങളെ ഏൽപ്പിക്കുന്നില്ല. നോക്കണം, എന്തുകൊണ്ട്? അപാരമായ ഒരു പോയിന്റാണ്. തൗറാത്ത് പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു, ഇഞ്ചീൽ പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു. അപ്പൊ അവരെ ഇഷ്ടത്തിനൊത്ത് ചിലത് ഒഴിവാക്കി, ചിലത് കൂട്ടിച്ചേർത്ത്. ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ പൗരോഹിത്യത്തെ പോലെ, കേരള യാത്ര നടത്തിയ മുന്തിയ നേതാവിനെ പോലെ ഒരുപാട് ഖുർആനിൽ കൈകടത്തിയ ഒരു മനുഷ്യനാണ് അയാൾ. കൃത്രിമത്വം കാണിച്ച ഒരാളാണ്. ഖുർആൻ അയാൾ ദുർവ്യാഖ്യാനിച്ച പോലെ യുക്തിവാദിയും നിരീശ്വരവാദിയും പോലും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ തെളിവ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ പറയാൻ എനിക്ക് കഴിയുമെന്ന വിശ്വാസം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും ഈ വേദഗ്രന്ഥത്തെ 15-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് നാമാണ്,
നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ലോകം അവസാനിക്കുന്നവരെ ഉള്ളവർക്കുള്ള മാർഗദർശനമായിട്ട്. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക്. ഇപ്പൊ ദൈവവിശ്വാസം എടുക്കുക. ലോകത്തെ വേദങ്ങൾ പരിചയപ്പെടുത്തുന്ന ദൈവം, ഇവിടെ മനുഷ്യർ മനസ്സിലാക്കിയ ദൈവവിശ്വാസം, ഖുർആൻ അവതരിപ്പിക്കുന്ന ദൈവവിശ്വാസം നിങ്ങൾ പരിശോധിച്ചോ. നിങ്ങൾക്ക് തുറന്ന് ഞങ്ങൾ ഖുർആൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ പരിശോധിക്കും. ആരും ഏത് മതവിഭാഗവും ഏത് യുക്തിവാദി ഖുർആനിൽ ദൈവത്തെ പറ്റി പറയുന്നത് എന്താ? അതൊരു അപാര ചിന്ത തന്നെയാണ്. കാരണം ഖുർആൻ യാ അയ്യുഹന്നാസ് എന്താണ് പറഞ്ഞത്? അന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ. അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി സെപ്പറേറ്റ് ഉണ്ടോ? അന്നാസിലെല്ലാം ലയിച്ചു. കടലിൽ ഉപ്പില്ലാത്തൊരു സ്ഥലവും ഇല്ലല്ലോ. കടൽ വെള്ളത്തിന് എല്ലായിടത്തും അതുപോലെ അല്ല പറയണം അന്നാസ്, കടൽ എന്ന് പറയുന്നത് പോലെ തന്നെ. മനുഷ്യരെ, മാനവകുലമേ, നിങ്ങൾ ആരാധിക്കണം. ആരെ? വിശുദ്ധ ഖുർആൻ പറയാണ് നിങ്ങൾ ആരാധിക്കണം. ആരെ? നിങ്ങളെ സൃഷ്ടിച്ചവനാരോ അവനെ. വല്ലാത്തൊരു പോയിന്റ് അല്ലേ അത്? വല്ലാത്തൊരു പോയിന്റ് അല്ലേ? ശ്രീരാമൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? പഠിക്കാലോ, ആർക്കും പഠിക്കാലോ. യേശു ക്രിസ്തു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? പഠിക്കാലോ. കാരണം യേശു ക്രിസ്തുവിന് മുമ്പ് ആരാധനാലയമുണ്ട്, ആരാധനയുണ്ട്. കന്യാമറിയം ഒരു ആരാധനാലയത്തിലായിരുന്നു. കന്യാമറിയമിന്റെ മകനാണ് ഈസ, യേശു. അപ്പൊ കന്യാമറിയം അതിന് മുമ്പുണ്ട്. യേശുവിന് മുമ്പുള്ള ആളാണ് കന്യാമറിയം. അതിന് മുമ്പുള്ള ആളാണ് അവരുടെ നേതാവ് ഹാറൂനിന്റെ സഹോദരി. അപ്പൊ മറിയം ബീവിക്ക് മുമ്പ് മനുഷ്യകുലമുണ്ട്. 2000 വർഷത്തിന്റെ പഴക്ക ക്രിസ്ത്യാനിറ്റിയുടെ ദൈവവിശ്വാസത്തിന് ഓർക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക്. 2000 വർഷത്തിന് മുമ്പ് മനുഷ്യരില്ലേ? ഉണ്ട്. ആനയില്ലേ? ഉണ്ട്. സിംഹല്ലേ? ഉണ്ട്. സൂര്യനില്ലേ? ഉണ്ട്. ചന്ദ്രനില്ലേ? ഉണ്ട്. രാവും പകലും ഇല്ലേ? ഉണ്ട്. ആരാണ് രാവിലെയും പകലിനെയും നിയന്ത്രിച്ച്? അന്ന് യേശു ഇല്ല, ട്രിനിറ്റി ഇല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന വിശ്വാസം ഇല്ല. പക്ഷേ മനുഷ്യനുണ്ട്. ശരി, ആ മനുഷ്യരാരെ? അതൊരു പ്രധാനമായ ചിന്ത ആവണ്ടേ? നമ്മൾ തമ്മിൽ അകലം കുറയാനുള്ള പരിപാടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അകലം കൂട്ടാൻ കഴിയും. എന്റെ ദൈവം, നിന്റെ ദൈവം, എന്റെ ദൈവമാണ് മേലെ, നിന്റെ ദൈവം താഴെ എന്നൊക്കെ പറഞ്ഞാൽ മതി. അകലം കൂടിക്കോളും. പക്ഷെ എടാ ബാല, എടാ നീ ഞാൻ ഒന്നാടാ, ഒരച്ഛന്റെ അമ്മയുടെയും മകനാടാ. എടാ നമ്മുടെ ദൈവം ഒന്നാടാ. ഏതൊരു സൂര്യൻ നമുക്ക് ദൈവം സൃഷ്ടിച്ചേടാ, എനിക്കും നിനക്കും വേണ്ടിയാണ്. ഖുർആന്റെ 2-ാം അധ്യായം 29-ാമത്തെ വചനം എന്താ പറയുന്നത്? ഈ ഭൂമിയിൽ എല്ലാം സൃഷ്ടിച്ച നിങ്ങൾക്ക് വേണ്ടിയാണ്. ആരാ ഈ നിങ്ങൾ? അന്നാസ്. അന്നാസ്. നിങ്ങൾ നോക്കൂ, ഖുർആനിലെ 2-ാം അധ്യായം 21 അന്നാസ് എന്ന് പറയുന്നത് നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച, ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് മനുഷ്യരുണ്ടല്ലോ, അവരെയും സൃഷ്ടിച്ച. ഇനി ഈ വാചകം യേശു പാരായണം ചെയ്യണം എങ്ങനെ ഉണ്ടാവുക? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഈ വചനം യേശു പാരായണം ചെയ്യണം എങ്ങനെയാണ്? യേശുവിനെയും യേശുവിന് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു. ഇത് കന്യാമറിയം വായിച്ച എങ്ങനെ കിട്ടുക? കന്യാമറിയമേ, നിന്നെ ആരാണോ സൃഷ്ടിച്ചത്, നിന്റെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത്, അതാ നിന്റെ ദൈവം. ഇനി ആദ്യത്തെ പിതാവ് ആദാം, ഈ ഖുർആൻ വചനം വായിച്ച എങ്ങനെ? നിന്നെയും നിന്റെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച. അതാരാണ്? ജിന്നു വർഗമാണ്, മലക്കുകളാണ്. അവരെയൊക്കെ സൃഷ്ടിച്ച ദൈവം. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ ദൈവവിശ്വാസത്തിൽ എന്ത് വർഗീയതയാണ്? ഈ ദൈവവിശ്വാസത്തിൽ എന്ത് വർഗീയതയാണ്? പള്ളിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ് വളരെ പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളാണ്. പുണ്യം തേടി പോകേണ്ട 3 കേന്ദ്രങ്ങൾ. വേറൊന്നുമില്ല. വേറെ എല്ലാ പള്ളികളും കണക്കാണ്. ഈ കഅബാലയത്തെ കുറിച്ച് പോലും ഖുർആൻ എന്താ പറഞ്ഞു? ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ. ലോകത്തിന് മാർഗദർശനം നൽകുന്ന ഭവനമായി, അല്ലാഹുവിനെ ആദ്യമായി ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഭവനം, പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനം. അവിടെ പശു ആരാധിക്കപ്പെടുന്നില്ല, അവിടെ പാമ്പ് ആരാധിക്കപ്പെടുന്നില്ല, അവിടെ മരിച്ചുപോയൊരു മഹാന്റെ മയ്യത്ത് കബറടക്കി ദർഗ കെട്ടി ഉയർത്തി അവിടെ ഒരു പൂജയില്ല, അവിടെ ഒരു പുഷ്പാർച്ചനയില്ല, അവിടെ ഒരു ആരാധനയില്ല. എന്തുകൊണ്ട്? അവിടെ ആരാധിക്കപ്പെടുന്നത് സർവശക്തനായ പടച്ചതമ്പുരാനെയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്ത് പറ്റി നമ്മുടെ സമുദായത്തിൽ? ആലപ്പുഴയിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു നാടാണിത്. ഞാൻ എത്രയോ തവണ പ്രസംഗിച്ച ഒരു സ്ഥലമാണിത്. വൈറ്റിലയിലെ 5 വർഷത്തെ എന്റെ പ്രബോധന കാലഘട്ടത്തിൽ ഈ നാടുകളുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം, അമ്പലങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം. അറവുകാട് ക്ഷേത്രം ആലപ്പുഴയിലെ
പല ക്ഷേത്രങ്ങളിലും ഓച്ചിറയിലെ ഒക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ധാരാളം അമുസ്ലിങ്ങൾക്കിടയിൽ ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സന്യാസിയോട് പറഞ്ഞിട്ടുണ്ട്. സന്യാസി അങ്ങയെയും എന്നെയും സൃഷ്ടിച്ച ദൈവം ഒന്നാണ്. സന്യാസിക്ക് പ്രസംഗിക്കാൻ കഴിയോ? അത് സന്യാസിക്ക് പറയാൻ പറ്റുമോ ശ്രീരാമൻ ദൈവമല്ല? ഞങ്ങൾ പറയുന്നു മുഹമ്മദ് നബി മനുഷ്യനാണ്, അടിമയാണ്, ദൈവത്തിന്റെ അടിമയാണ്. അസാമാന്യമാണ് ഖുർആന്റെ വിവരണം. ദാർശനികമായ ചർച്ചകളിൽ ഏറ്റവും ശക്തമായി സ്വാധീനിക്കേണ്ട ഒരു കാര്യമല്ലേ? നിങ്ങൾ നോക്കൂ, ഞാൻ ഖുർആനിൽ നിന്ന് 3 വചനങ്ങൾ പറയാം. 17-ാം അധ്യായത്തിന്റെ തുടക്കവാചകം, സൂറത്ത് ഇസ്രാ 17-ാം അധ്യായം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. ഒരു അത്ഭുതത്തെ കുറിച്ച് പറയാണ്. പ്രവാചകന്റെ നാട്ടിൽ നിന്ന് 2 മാസ വഴി ദൂരമുള്ള അപ്പ് ആൻഡ് ഡൗൺ, 2 മാസ വഴി ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് 7 ആകാശം താണ്ടി ആ ദൈവത്തിന്റെ സന്നിധിയിൽ കാബ ഖൗസൈൻ, ഒരു അമ്പും ഉണ്ടല്ലോ, അമ്പും ബില്ലും, ആ ബില്ലിങ്ങനെ വളച്ചു പിടിക്കുന്ന അത്രയും അടുത്ത് പ്രവാചകനും ദൈവവും കണ്ടുമുട്ടുന്ന മെഹ്റാജിന്റെ രാത്രി. ശരിക്കും നിങ്ങൾ ആ ഖുർആന്റെ വചനം ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് പ്രത്യേകം പറയും. സുബ്ഹാന, അല്ലാഹ് എത്ര പരിശുദ്ധൻ, മുഹമ്മദ് നബി എത്ര വലിയ ആള് എന്നല്ല. അതെന്തിനറിയോ? ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമാകാത്ത ഒരു സംഗതിക്കാണ് മുഹമ്മദ് നബിയെ ദൈവം വിധേയമാക്കുന്നത്. സ്വാഭാവികമായും അത്ഭുതം കൂറിയിട്ട് ദൈവാക്കാനുള്ള ഒരു പ്രവണത ഈ യാത്ര കൊണ്ട് മാത്രം ആ പ്രവാചകനിൽ ചാർത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഖുർആൻ ഉപയോഗിച്ച പദം, അല്ലാഹ്യാണോ പരിശുദ്ധൻ, മുഹമ്മദ് നബി അടിമയാട്ടോ, ഞാനാണ് യജമാനൻ. ആ പോയാളുണ്ടല്ലോ, ആകാശത്തേക്ക് പോയാള് എന്റെ അടിമയാണ്, ഞാനാ കൊണ്ടുപോയത്. ഇത് ഞാൻ പറയുന്നു, കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും ഗൗരവമായി ഓർക്കാത്തൊരു മേഖലയാണ്. സംശയമൊന്നും വേണ്ട നിങ്ങൾക്ക്. കാരണം മനുഷ്യർക്ക് ഒരു പ്രത്യേകത, മനുഷ്യനെ എപ്പോഴും ഒരു പ്രത്യേക അവന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ കൽബ് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന, തോന്നുന്നതിനൊക്കെ ദൈവാക്കാൻ തോന്നുവാന്. എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടായാൽ മതി ദൈവാകാൻ. എനിക്ക് ഗോപിനാഥ് മുതുകാടോ കാണിക്കുന്ന അത്ഭുതം കണ്ട അയാളെക്കാൾ വലിയ ദൈവം ഉണ്ടോ കേരളത്തിൽ? അത്ഭുതത്തിന്റെ പേരാണ് ദൈവാകാനുള്ള സംഗതി. സുബ്ഹാനല്ലദീ, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. അസ്റാ ബി അബ്ദിഹി, അബ്ദ് അടിമ, മുഹമ്മദ് നബി ഈ വാചകൻ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തില്ലേ? ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വിചാരിക്കും നിസ്സാര കാര്യമാണ്. നാം മുഹമ്മദ് നബിക്ക് തോന്നിയോ, ഓ വലിയൊരു യാത്ര നടത്തിയിട്ട് ഇന്ന അടിമാന്നാ വിളിച്ചേ, എന്തെങ്കിലുമൊക്കെ പൊക്കി അടിക്കണ്ടേ? കാന്തപുരത്തിനെ ടീം ഇന്നലെ വരെ പൊക്കി അടിച്ച പോലെ. ആകാശനോട്ടിൽ ഒരു നബിയും കാന്തപുരത്തിന്റെ അടുത്ത് എത്തൂല എന്നാണ് പച്ചക്ക് പ്രസംഗിച്ചാണ്, ഞാൻ വെറുതെ പറയുന്നത്. ലോകത്ത് മുഹമ്മദ് നബിക്ക് പകരം വെക്കാനുള്ള ഒരാളുണ്ടെങ്കിൽ അത് മൊയ്തീൻ ഷേഖാണെന്ന് പ്രസംഗിച്ച കൗമ. ഇപ്പൊ പറയുന്നത് ആകാശഭൂമികളുടെ മാലിക്കുൽ മുലൂക്കാര CM മടവൂരാണ്. CM മടവൂർ ഞങ്ങളുടെ നാട്ടിനടുത്ത് 35 കൊല്ലം മുമ്പ് മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന, അല്ലെ മണ്ണിൽ ലയിച്ചു പോയ ഒരു മനുഷ്യനെ കുറിച്ച് പറയും. ആകാശഭൂമികളുടെ നിയന്താവാണ്, മാലിക്കുൽ മുലൂക്കാണ്. നമ്മൾ അള്ളാഹിനെ പറ്റിയേ പറയല്. അതുവരെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ കൗമ ഒരു മനുഷ്യനെ, മരിച്ചുപോയൊരു മനുഷ്യനെ കുറിച്ച് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഉണ്ടോ? ഒരു ദൈവീക ഗ്രന്ഥം, നിരക്ഷരനായ ഒരു പ്രവാചകനെ നാം അവതരിപ്പിച്ചു. ഖുർആനിന്റെ കണ്ടന്റിൽ നിങ്ങൾ അത്ഭുതപ്പെടുമ്പോൾ ആ അത്ഭുതത്തിന്റെ ളമീർ മടക്കേണ്ടത് അടിമയായ മുഹമ്മദിലേക്കല്ല, ഉടമയായ അള്ളാഹുവിലേക്കാണ്. മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഉയർന്ന ഒരു ചിന്തയാണ് ഈ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിന്റെ കണ്ടന്റിന്റെ അത്ഭുതം കണ്ടിട്ട് ഇത് മുഹമ്മദിന്റെ രചനയാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. മുഹമ്മദിന്റെ അടിമയാണ്. ആ അടിമയുടെ മേൽ ഞാൻ ഇറക്കിയ ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ. അവിടെയും അടിമ എന്ന് പറയുന്നു. എന്തിനായിരിക്കും ഇതിങ്ങനെ പറയുന്നത്? ഒരിക്കൽ പോലും ഉടമയായി പ്രവാചകനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉയരാൻ പാടില്ല. അടിമ എന്ന നിലയിൽ തന്നെ വേണം. അടുത്ത വാചകമോ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, എന്റെ അടിമക്ക് ഞാൻ ഇറക്കിയ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, സൂറത്ത് ബഖറ 23-ാമത്തെ വചനം. അടിമ കാലിൽ നീര് കെട്ടുമാറ് അദ്ദേഹം രാത്രി നമസ്കരിച്ചു. അപ്പൊ പ്രിയഭക്തി ചോദിച്ചു, വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട അങ്ങുന്ന് എന്തിനാണ് ഇങ്ങനെ കാലിൽ നീര് കെട്ടുമാറ് നമസ്കരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഉത്തരം, നന്ദിയുള്ള അടിമയായി കാണാൻ. അടിമ, ഖുലൂ അബ്ദുല്ലാഹ് വ റസൂലുഹു. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അടിമയാണ് എന്നതാണ് മുൻഗണന.
ഈ ബോധമാണ് ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. നിങ്ങൾ നോക്കൂ, ഞാൻ വെറുതെ പറയാണോ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് അവസാനിച്ച ആ യാത്രയെ കുറിച്ച് ആലോചിച്ച് ഒരു വ്യക്തിയെ ഇരുത്തി അയാളെ പുകഴ്ത്താനല്ലേ അവിടെ ഏറ്റവും കൂടുതൽ സമയം എടുത്ത്? അല്ലേ ഏതെങ്കിലും ഒരു സദസ്സിൽ ഒരു 5 മിനിറ്റ് പ്രപഞ്ചനാഥനെ പരിചയപ്പെടുത്തിയ ഒരു പ്രസംഗം ഉണ്ടായോ അവിടെ? നാനാജാതി മതസമൂഹങ്ങൾ കേട്ട് കണ്ട സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ പ്രോഗ്രാമിൽ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് മനുഷ്യരോട് പറയേണ്ട കാതലായ എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞു ഇല്ലെന്നതാണ് സത്യം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന രാഷ്ട്രത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിഷേധിക്കില്ല, എനിക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്നത് മരണത്തോടു കൂടി ഒരു ജീവിതം അവസാനിക്കില്ല എന്നാണ്. സ്വർഗം, എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഭഗവത്ഗീത വായിക്കുന്ന ഒരാളാണ്. വായിക്കുന്ന പറഞ്ഞാൽ അത് വായിക്കാൻ നിർബന്ധമായിട്ടല്ല, പഠിക്കാൻ വേണ്ടി ഞാൻ വായിക്കാറുണ്ട്, ഇപ്പോഴും വായിക്കാറുണ്ട്, നാളെയും വായിക്കേണ്ടി വന്നാൽ വീണ്ടും വായിക്കും. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് അർജുനൻ. ശ്രീകൃഷ്ണനോട് ഞാൻ യുദ്ധം ചെയ്യില്ല. അശ്വത്ഥമാവുണ്ട്, കവചകുണ്ഡലം അനുഗ്രഹമായി ലഭിച്ച കർണനുണ്ട്, ഭീഷ്മാചാര്യരുണ്ട്, ദ്രോണാചാര്യരുണ്ട്, ഒക്കെ വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല. എനിക്ക് പെണ്ണും വേണ്ട, ഭൂമിയും വേണ്ട, വേറെ ഒന്നും വേണ്ട, ഭൗതികം ഒന്നും എനിക്ക് വേണ്ട. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാചകം ഭഗവത്ഗീതയിൽ ഇന്നും എന്റെ പ്രസംഗം ഏതെങ്കിലും ഹിന്ദു വീട്ടിൽ നിന്ന് ഒരു സഹോദരി സഹോദരൻ കേൾക്കണ്ടേ, നിങ്ങൾ എടുത്തു നോക്ക്. 2-ാം അധ്യായം, ഭഗവത്ഗീതയുടെ 18 അധ്യായത്തിൽ 2-ാമത്തെ അധ്യായം 37-ാമത്തെ ശ്ലോകം. ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അർജുന, ഹദോവ പ്രാപ്സസി സ്വർഗം, ഈ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകും. ആഹാ, ദമയന്തി ചേച്ചിയും ശ്രീദേവി ചേച്ചിയും പറ, ഏതാണ് ആ സ്വർഗം? ഹദോവ പ്രാപ്സസി സ്വർഗം ദഖലൽ ജന്ന. അതിന്റെ അറബിയാണ്. മുഹമ്മദ് നബി പറഞ്ഞ വാചക, ശ്രീകൃഷ്ണൻ പറഞ്ഞ അതേ വാചകം. സ്വർഗത്ത് പോയി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇതേ കാര്യം ഭഗവത്ഗീത പറയുന്നു. ഏതാണ് ആ സ്വർഗം? അതറിയണ്ടേ ഇവിടെ ജനം? മരിച്ചതിന് ശേഷം എല്ലാവരുടെയും ആശങ്കകളിൽ മരിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ശരി, മരിച്ചാലുള്ള അവസ്ഥ എന്താ? മരിച്ചാൽ എന്തോ ആണെന്നാണോ? അല്ല, നമ്മളില്ലാത്തൊരു കാലല്ലേ, ഞാനും നിങ്ങളും ഇല്ലാത്തൊരു കാലല്ലായിരുന്നോ? നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ട് എന്റെ രൂപം ഇങ്ങനെയാകണമെന്ന്? ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടല്ലേ ഈ രൂപം കിട്ടിയത്. എന്റെ സ്വരം ഇങ്ങനെ ആകണമെന്ന് ഞാൻ വിചാരിച്ചല്ല. എന്റെ കൈവിരലുകൾ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണി, നമ്മൾ ആരും വിചാരിച്ചല്ല. നമ്മൾ പറയല്ലോ ഇതൊക്കെ എന്റേതാണ്, എന്റെ അഭിപ്രായമാണ്, എന്റെ ചോയ്സാണ്, എന്റെ ജീവിതമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്. വെറുതെ പറയുന്നതാണ്. നിനക്ക് ഒന്നിനൊരു സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള പച്ച സത്യം. നിന്റെ കൈ രാവിലെ എഴുന്നേൽക്കുമ്പോ പൊന്തണോ പൊന്തണ്ടേ നീ തീരുമാനിക്കുന്നതല്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ തളർവാദം വരുന്നത്? ഓന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ. നമ്മുടെ ഇന്നത്തെ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ പറയുന്ന ബടായി കെട്ട വിചാരിക്കുന്നവരോ ആകാശവും തോണ്ടി താഴെടും. സത്യല്ലേ? നിങ്ങൾ മനുഷ്യരെ, നമ്മളെ കുറിച്ച് ആലോചിക്കുക. അവിടെയാണ് ഞാൻ എന്റെ പോയിന്റ് വീണ്ടും അരക്കെട്ടുറപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ യാതൊരു നിലക്കുമുള്ള വിവരക്കേടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് അറിയാത്തത് നമ്മുടെ കുറ്റമല്ല. ദൈവിക ഗ്രന്ഥം പറയുന്ന മനുഷ്യരെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കണം. എന്നിട്ട് എന്താ ഖുർആൻ പറയുന്നത്? ആ ദൈവം ആരാ? അതൊരു ചോദ്യമാണല്ലോ. ആരാണ് ആ ദൈവം? അല്ലദീ, എങ്ങനെയുള്ളവനാണ് അവൻ? നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാണ്, അതോടൊപ്പം ആകാശത്തുനിന്ന് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നവൻ, ഭൂമിയിൽ സസ്യലതാദികളെ മുളപ്പിക്കുന്നവൻ ആരോ, അവൻ ദൈവം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ ഈ പള്ളിമുക്കിലെ അഥവാ ഈ പറയുന്ന പാനൂരിലെ ജനങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവം ആരാ? സൂര്യൻ ഉദിക്കുന്നുണ്ടല്ലോ കൃത്യസമയത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അറിയോ? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീർ. ഒരു കൃത്യമായ കണക്കനുസരിച്ച് 1400 വർഷം മുമ്പാ പറയുന്നത്. നിങ്ങൾ വിചാരിച്ച പോലെ സൂര്യൻ 10 മിനിറ്റ് ലേറ്റ് ആവില്ല, സൂര്യൻ 10 മിനിറ്റ് നേരത്തെയും വരില്ല. വല്ലാത്തൊരു, ഞാൻ ചോദ്യം, ആർക്കതിങ്ങനെ പറയാൻ കഴിയാ? 14 നൂറ്റാണ്ട് മുമ്പ് ഒരു ഗ്രന്ഥം പറയാണെന്ത്? 6:10 ഉദയം എന്ന് പറഞ്ഞാൽ അത് 6:09 ഉദിക്കൂല, 6:11 ഉദിക്കാതെ ഇരിക്കില്ല. ഞാൻ ചോദിക്കാൻ, പൊന്നു മാധവേട്ട, എന്താ ആരാ അതിനെ നിയന്ത്രിക്കുന്നത്? ഖുർആൻ പറയുന്നത് പടച്ചോനാണ്. എന്നിട്ട് പടച്ചോൻ ഒരു വെല്ലുവിളി നടത്തി. എടോ, ഞാൻ നിയന്ത്രിക്കുന്നത് കൊണ്ട് ടൈം തെറ്റൂല. ഞാൻ വന്ദേ ഭാരതിലാണെന്ന് വന്നത്. ഈ വന്ദേ ഭാരത് വരുന്ന ടൈമും വന്ന ടൈമും 10-12 മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്. വരേണ്ട ടൈമും വന്ന ടൈമും തമ്മിൽ 10-12 മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്. ഏറ്റവും കൃത്യത്തിനോടുന്ന ഒരു ട്രെയിന് പോലും 12 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്.
ഏറ്റവും കൃത്യം നിന്ന് കേരളം അഭിമാനത്തോടുകൂടി പറയുന്ന ട്രെയിൻ 12 മിനിറ്റ്. 12 മൈക്രോ സെക്കൻഡ് സൂര്യന്റെ ഉദയം തെറ്റിപ്പോകുന്നുണ്ടോ? ഖുർആനിലെ 36-ാം അധ്യായം 38-39 പറയുന്നു, എടോ മനുഷ്യ, സൂര്യനും ചന്ദ്രനും കൃത്യമായ വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥക്ക് വിധേയമാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഈ സ്റ്റേജിൽ വെച്ച് പറയാണ്, 2000 കൊല്ലം കഴിഞ്ഞാലും ഈ സ്റ്റേജ് ഇങ്ങനെ നിലനിൽക്കും, ഈ സൗണ്ട് സിസ്റ്റം ഇങ്ങനെ നിലനിൽക്കും, ഞാൻ ഷാർപ്പ് 7:05 പ്രസംഗിക്കും, എല്ലാ കുല്ലയൗമിൻ എന്ന് പറയാം. 2000 കൊല്ലം ഇത് തുടരുകയാണെങ്കിൽ ഈ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ആരാ, ചില്ലറക്കാരനാ? ആണോ? അതായത് മുഹമ്മദ് നബിയുടേതായിരുന്നു ഖുർആനെങ്കിൽ ഈ പരാമർശത്തിന്റെ ഈ കൃത്യത യുക്തിവാദികളെ നിങ്ങളൊന്ന് പറ, നിരീശ്വരവാദികളെ നിങ്ങളൊന്ന് പറ, എന്റെ പ്രിയപ്പെട്ട പൊന്ന് ക്രൈസ്തവരെ, ഹൈന്ദവരെ നിങ്ങളൊന്ന് പറ. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്നു, ശ്രീരാമൻ ജനിക്കുമ്പോ ഭൂമി ഉണ്ടോ? ഞാൻ എന്റെ ഹൈന്ദവരോട് ചോദിക്കുക, ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് ഭൂമി ഉണ്ടോ? സൂര്യനുണ്ടോ? ചന്ദ്രനുണ്ടോ? രാവും പകലുണ്ടോ? ഉണ്ടല്ലോ. കാരണം ദശരഥ മഹാരാജാവിന്റെ പുത്രനല്ലേ ഇത്, കൗസല്യയുടെ പുത്രനല്ലേ ഇത്. പുത്രകാമേട്ടി യാഗം നടത്തി, യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായിട്ടാണല്ലോ ശ്രീരാമൻ ജനിക്കുന്നത്. എവിടേക്ക്? ഭൂമിയിലേക്ക്. അന്ന് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും അതിന് മുമ്പേ ഉണ്ട്. ആ അച്ഛനും അമ്മക്കും അതിനപ്പുറത്ത് അച്ഛനും അമ്മയുണ്ട്. എങ്കിൽ അവരാര് സൃഷ്ടിച്ചു? മാധവ, ഇത് നിസ്സാരമായൊരു ചോദ്യമല്ല. ഇത് കാന്തപുരത്തിന്റെ കേരള യാത്രയല്ല, ഇത് മനുഷ്യന്റെ തലച്ചോറിനോട് സംവദിക്കുന്ന യാത്രയാണ്. ചിന്തിക്ക്, യേശുവിന്റെ മാതാവ് കന്യാമറിയം ജനിക്കുന്നതിന് മുമ്പ് അവര് ഭൂമിയിൽ ഉണ്ടാക്കിയ ഒരു ആരാധനാലയത്തിൽ ആരാധന നടത്തി. അവരുടെ അച്ഛനും അമ്മയും നേർച്ച നടന്നു ദൈവത്തിന്, മറിയമിനെ. അതുകൊണ്ട് മറിയം ഒരു ആരാധനാലയത്തിലായിരുന്നു. എന്റെ ചോദ്യം, മറിയമിനെ സൃഷ്ടിച്ചതാര്? കഴിഞ്ഞിട്ട് മതിയല്ല ബാക്കിയുള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ 2000 വർഷം പഴക്കമുള്ള ദൈവവിശ്വാസമുണ്ട്, ആണോ? ഓരോ കാലത്ത് ഓരോ ദൈവം. അങ്ങനെ പിന്നെ അടി തീരുവോ ലോകത്ത്? ഏത് ഗ്രന്ഥത്തെ ആസ്പദമാക്കി? ഏകം സദ്ബഹുതാ വിപ്രാവദന്തി യോ ദേവാനാം നാമധായേകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. ഒരു വേദഗ്രന്ഥം 5 തവണയാണ് ദൈവം ഏകൻ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ആലപ്പുഴക്കാർക്ക് തന്നെ 1000 ദൈവം ഉണ്ടായത്? ഖുർആൻ അല്ലല്ലോ ഞാൻ ഉദ്ധരിച്ചത്. ഏകം സദ്ബഹുദാ വിപ്രാവദന്തി ശമ്മ ഇസ്രായേല അടണയ ശമ്മ ഇസ്രായേല, ഇസ്രായേൽ സമൂഹമേ, നിങ്ങളുടെ ദൈവം മേഘദൈവമാകുന്നു എന്ന് പറയുന്നിടത്ത് എവിടെ ബഹുസ്വരത, ബഹുത്വം? നമ്മൾ എപ്പോഴാ കേടെന്നറിയോ? ഒന്നിലധികം ദൈവമുണ്ട് എന്ന് വാദിച്ചോ അന്ന് മുതലാണ് നമ്മൾ തമ്മിൽ തെറ്റിയത്. മതങ്ങൾ ഉണ്ടായത്, ദൈവങ്ങൾ ഉണ്ടായത് എപ്പോഴാ? നോഹ പ്രവാചകന്റെ തൊട്ടു മുമ്പാണ്. എന്തേ സംഭവിച്ചത്? മഹാന്മാരെ വാഴ്ത്തി. ഞാൻ നേരത്തെ പറഞ്ഞ കേരള യാത്രയിൽ ഉണ്ടായ സംഭവം തന്നെ നിങ്ങൾ നോക്കൂ. മരിച്ചാൽ നോർത്ത് സിറ്റിയിൽ ഖബർ ഒരുങ്ങി നിൽക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദൈവത്തെ ആരാധിക്കാൻ കാത്തിക്ക കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം. നിസ്സാരമല്ല. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ എഴുതി വെച്ചു, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അത്ര ഭീകരമായ രൂപത്തിലാണ് മനുഷ്യന്മാർ ദൈവാകുന്നത്. എന്നിട്ട് ഗ്രൂപ്പാകുക, ഓരോരുത്തരും അതിന്റെ പേരിൽ തല്ലുക. ഞാൻ ചോദിക്കുന്നു, ഏത് വേദം, ബൈബിളിൽ എവിടെയാണ് ബഹുദൈവത്വം ഉള്ളത്? ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ബൈബിൾ ആവർത്തിച്ച് തലങ്ങും വിലങ്ങനെ വായിക്കുന്ന ഒരു എളിയ വായനക്കാരനാണ്. ദുർവ്യാഖ്യാനിക്കുകയല്ലാതെ, കോട്ടിമാട്ടുകയല്ലാതെ ഒരു മതസമൂഹത്തിനും ഈ വിഷയത്തിൽ കൈകഴുകാൻ കഴിയില്ല. സൂര്യനെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കും. ഞാൻ ഒന്നുകൂടെ അതിനെ ബോൾഡ് ചെയ്യും. മനുഷ്യനില്ലാത്തൊരു കാലം, അങ്ങനെ ഒരു അമ്പലമില്ല, പള്ളിയില്ല, ചർച്ചില്ല, ഒന്നുമില്ല, പുട്ടപ്പർത്തിയില്ല, വേറൊന്നില്ല, മൃദാനന്ദമഴിയില്ല, ആരുമില്ല, ഒരാളും മനുഷ്യൻ തന്നെയല്ല. അന്ന് ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമിയെ സൃഷ്ടിച്ചതാരോ അവനാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവം. പറയാൻ പറ്റൂ വേറൊരു മതക്കാരൻ ഇതുപോലെ കയറി വന്നിട്ട്? വേണ്ടെന്ന്. നിങ്ങൾ ഇവിടെ ഏറ്റവും അറിയപ്പെട്ട അരമനയിലെ ഒരു ക്രിസ്തീയ അച്ഛനെ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ആ അച്ഛൻ പറയട്ടെ, യേശുവിന് മുമ്പും മനുഷ്യകുലമുണ്ട്, യേശുവിന്റെ മുമ്പും മനുഷ്യരുണ്ട്, ആദാമിന്റെ മുമ്പ്. ആദാം ബൈബിൾ ഉണ്ടല്ലോ, ആദാമും നോഹ പ്രവാചകനും ഒക്കെ ബൈബിൾ ഉണ്ടല്ലോ. പേടകത്തിന്റെ പ്രവാചകൻ ബൈബിൾ പരിചയപ്പെടുന്നുണ്ടല്ലോ. ആ പ്രവാചകന്മാരൊക്കെ ഇവിടെ ഈസാ നബിയുടെ മുമ്പുണ്ട്. അവരൊക്കെ ആരാധിച്ച ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നാണ് പള്ളിയിൽ അച്ഛൻ അന്ന് ജോലി പോകൂലേ? എവിടെയാണ് നമുക്ക് കുഴപ്പം പറ്റിയത്? നമ്മൾ ചിന്തിക്കാം, ആലോചിക്കാം. ഞാൻ എന്തിനാണ് തുടക്കത്തിൽ തന്നെ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, എത്ര കാലമായി ലോകത്ത് ദൈവങ്ങളുടെ പേരിൽ തല്ലുകൾ? വേദഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും, യജുർവേദം വായിച്ച ഒരാളാണ്, അതിന് 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം തന്നെ, നതസ്യ പ്രതിമ, ദൈവത്തിന് പ്രതിമയില്ല.
യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്തം വിദ്ധി നേതം യതി തം ഉപാസതേ യശ്രോത്രേണ ന ശ്രോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്തം വിദ്ധി നേതം യതി തം ഉപാസതേ. കേനോമനിഷത്തിന്റെ പ്രഥമ വല്ലിയിൽ നിങ്ങൾ കണ്ണുകൊണ്ട് ബിംബത്തിന്റെ മുമ്പിൽ നിന്ന് ആരാധിക്കുന്നത് സാക്ഷാൽ ദൈവമല്ല മനുഷ്യ, ഭക്ത. നിന്റെ കണ്ണിന് കാഴ്ച നൽകിയവനാണ് നിന്റെ ദൈവം. ആ കണ്ണുകൊണ്ട് നിനക്ക് അവനെ പ്രാപിക്കാൻ കഴിയില്ല. എത്ര മനോഹരമാണ്! ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. സൂറത്ത് അനാമിലാണ് 6-ാം അധ്യായമാണ് 93-ാമത്തെ വചനം. നിങ്ങൾക്ക് പടച്ചോനെ കാണാൻ പറ്റില്ല, പടച്ചോൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്ര വലിയ ആശയം! അതുകൊണ്ട് കടലിനെ ആരാണോ സംവിധാനിച്ചത് അവൻ ദൈവം. അത് ശ്രീരാമനല്ല, യേശു ക്രിസ്തു അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല, അത് CM അടവൂരല്ല. മുസ്ലിം സമുദായത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്ന് നിങ്ങൾ പരിശോധിക്കും. ഭീകരമായ ഒരവസ്ഥാവിശേഷത്തിലാണ് മുസ്ലിങ്ങളുടെ ദൈവവിശ്വാസം. അവരുടെ പള്ളിയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥം പോലും ആ വിളിച്ചു പറയുന്ന മൊല്ലാക്കറിയില്ല, ആ പള്ളിയിലെ കാലിയാർക്കറിയില്ല. ആ വചനത്തെ നഖശികാന്തം എതിർത്ത് ജീവിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പണ്ഡിത സമൂഹം. എത്ര ഖേദകരമായ ദുഃഖകരമായ അവസ്ഥയാണ്. ഞാൻ എന്റെ സമൂഹത്തോട് പറയുന്നു, നിങ്ങൾ ഖുർആൻ പഠിക്കാൻ സന്നദ്ധരാണോ? വായിക്കാൻ സന്നദ്ധരാണോ? എങ്കിൽ അത്ഭുതം തോന്നി. ഞാൻ IAS-കാരി അവര് ജിഹാദ് എന്ന വിഷയം അവതരിപ്പിച്ചു മനോഹരമായി. ഈ അടുത്ത കാലത്ത് ഒരു മുസ്ലിം പണ്ഡിതൻ പോലും, കാരണം അവർ ഖുർആൻ വായിച്ചു, ഖുർആൻ നേർക്ക് നേരെ വായിക്കുന്ന ഒരാൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ അന്യനെ കൊല്ലാനുള്ള ആഹ്വാനമാണ് എന്ന് കിട്ടില്ല. ഞാനിപ്പോ ജിഹാദിലാണ്, നിങ്ങൾക്കറിയാം, ആർക്കെങ്കിലും അറിയാം. ഞാനിപ്പോ നടത്തുന്നത് ജിഹാദാണ്. എന്റെ കയ്യിൽ എവിടെ ആയുധം ഉണ്ട്? എന്റെ കയ്യിൽ ഒരു ആയുധം ഉണ്ട്, അത് ഖുർആനാണ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. മക്കയിൽ ഇറങ്ങിയ അധ്യായമാണ്. മക്കയിൽ ഇറങ്ങിയത് എന്ന് പ്രത്യേകം പറയുന്നതിന് കാരണമുണ്ട്. മക്കയിൽ യുദ്ധം ഉണ്ടായിട്ടില്ല, പക്ഷെ മക്കയിൽ ജിഹാദ് ചെയ്യണം എന്ന് ഖുർആൻ പറയുന്നു. എന്തായിരുന്നു ആ ജിഹാദ്? എന്തായിരുന്നു ആ ജിഹാദ്? വജാഹിദുഹും ബിഹി ബിഹിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളിൽ ചിന്തിപ്പിക്കുന്ന ജിഹാദ്, അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജിഹാദ്. അല്ലാണ്ട് ഖുർആന്റെ ഒരു കോപ്പി എടുത്തിട്ട് അമുസ്ലിമിന്റെ തലക്കിങ്ങനെ അടിക്കാനല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതൊരു അറബി പദമാണ്. ആ പദത്തിന് വലിയ വ്യാപ്തിയുണ്ട്. ത്യാഗപരിശ്രമം നടത്തും. ഒരാൾക്ക് 3 പെൺകുട്ടി ഉണ്ടായി, മാധവേട്ടൻ. ആ 3 പെൺകുട്ടികളെ നന്നായിട്ട് നോക്കി. ആ പെൺകുട്ടികൾക്ക് വേണ്ടി അയാൾ കഷ്ടപ്പെട്ടു, ഒരുപാട് ഒത്തിരി അധ്വാനിച്ചു. ആ കുട്ടികളെ നന്നായി പഠിപ്പിച്ചു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു. 3 പയ്യന്മാരുടെ കയ്യിൽ അവരുടെ കാര്യത്തിൽ സുരക്ഷിതത്വം ഉണ്ടാക്കിയാൽ പ്രവാചകൻ പറയുന്നു മാധവട്ടം നടത്തിയ ജിഹാദാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഏതെങ്കിലും ഇപ്പൊ ഹിന്ദുക്കൾ പറയും ഞങ്ങൾക്ക് ജിഹാദില്ല, എങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല. നിങ്ങൾ മനുഷ്യരല്ല, മനുഷ്യന് മാത്രം പറഞ്ഞാണ് ജിഹാദ്. ഒരു RSS പറയാ എനിക്ക് ജിഹാദില്ല, എങ്കിൽ നീ മനുഷ്യനേ അല്ല. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കരുത്. മനുഷ്യനാണോ ജിഹാദ് ഉണ്ട്? ഭാര്യനെ പോറ്റാനുള്ള ആൾ ത്യാഗം അനുഭവിക്കുന്നെങ്കിൽ അറബിയിൽ പറയാൾ ജിഹാദിലാണ്. ത്യാഗം എന്നതിന്റെ അറബിയാണത്. ജുഹദ് ജഹദ് എന്ന പദത്തിൽ നിന്നാണ് അത് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്, മാതാവിനെ സംരക്ഷിക്കൽ ജിഹാദാണ്. നിങ്ങളുടെ ഭാഷ പ്രകാരം എന്താ? ആരിഫിന്റെ ഭാഷ പ്രകാരം എന്താ? മാതാവിന്റെ പണ്ടത്തിലേക്ക് കത്തിക്കെട്ടലാണ് ജിഹാദ് എന്നാണ് ആ ദജ്ജാൽ ലോകത്തോട് വിളിച്ചു പറയുന്നത്. മാതാവിനെ സംരക്ഷിക്കൽ ജിഹാദാണ്. ആയിഷ ബീവി, റസൂലിന്റെ തിരുപത്നി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കാണ്, ആണുങ്ങൾക്ക് ജിഹാദ് ഉണ്ടല്ലോ, ഞങ്ങൾക്കില്ലല്ലോ. ആ തെറ്റുധാരണ തിരുത്തി കൊടുക്കണം നബി. സ്വന്തം ഭാര്യക്ക് സംഭവിച്ച തെറ്റ് തിരുത്തി കൊടുക്കുന്നു മുത്തു നബി. എന്താ തെറ്റുധാരണ? ആണുങ്ങൾ ജിഹാദ് പോകുന്നു, യുദ്ധത്തിന് പോകുന്നു എന്നർത്ഥം. ആയിഷ, ഏറ്റവും വലിയ ജിഹാദിന് പോകുന്നവരാ നിങ്ങള്. ആയിഷ ബീവി കൗതുകത്തോടെ നോക്കി. ആയിഷ, നിങ്ങൾ ഹജ്ജിന് പോകുന്നില്ലേ? നിങ്ങൾ സ്ത്രീകളെ ഹജ്ജിന് ഉംറക്കും പോകുന്നില്ലേ? ആയിഷ, അത് ജിഹാദാണ്, വമ്പിച്ച ജിഹാദാണ്. അപ്പൊ പെണ്ണുങ്ങൾ ജിഹാദിന് പോകണില്ലേ? ഉണ്ട്, ഹജ്ജിന് പോയാൽ ജിഹാദായി. എത്ര പേര് പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിനെ? നിങ്ങൾക്കറിയോ 140-ലധികം തവണ
വിശുദ്ധ ഖുർആൻ സമാധാനം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. 111 അധ്യായ ഖുർആനിലുണ്ട്. 140 സ്ഥലത്ത് സിൽമ എന്ന പദം, ഹർബ് എന്ന പദല്ലേ. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം. ഖുർആനിൽ ആകെയുള്ള 6 സ്ഥലത്താ. അത്ഭുതമല്ലത്? ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും അത്ഭുതമായിരിക്കില്ലേ? നിങ്ങൾ ചിന്തിക്ക്, 140 സ്ഥലത്ത് സമാധാനം എന്ന പദം. അതുകൊണ്ടാണ് ഇസ്ലാം സമാധാനം എന്നത്. ഇസ്ലാമിക ഭീകരവാദം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പോസ്റ്റും കാലം എന്ന് പറയുന്ന പോലെയാ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാന ഭീകരവാദം. ഭീകരവാദം സമാധാനാവോ? യുദ്ധം എന്ന് പറയുന്ന 6 സ്ഥലത്താണ്. ഹർബ് എന്ന പദം യുദ്ധം. ജിഹാദ് എന്ന് പറഞ്ഞ യുദ്ധമല്ല. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ശാപ യുക്തിവാദികളാണ്, ഫ്രീ തിങ്കേഴ്സ് ആണ്, ലിബറലിസ്റ്റുകളാണ്. അവർ സോഷ്യൽ മീഡിയ കിടന്ന് വിരകുന്നത് നിങ്ങൾ കണ്ടാൽ അറിവില്ലെന്ന അറിവുമില്ല, യാതൊരു വിവരവുമില്ലാത്ത അത്ഭുതമാണ്. വിവരക്കേടുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടാൽ തൊലി ഉരിഞ്ഞു പോകും മനുഷ്യൻ. ജിഹാദ് തുടങ്ങിയ പദങ്ങൾ പോലും എത്ര സൂക്ഷ്മമായിട്ടാണ് ഖുർആൻ ഉപയോഗിച്ചത്. നാട്ടില് സാക്ഷരത ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു കാലം, അത് ജിഹാദാണ്. ചിന്തിക്കുന്നില്ല നമ്മൾ. മാരാരോഗങ്ങൾക്കെതിരെ നാം നടത്തുന്ന ആരോഗ്യ പ്രവർത്തനം ജിഹാദാണ്. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യൽ ജിഹാദാണ്. പാകിസ്ഥാന്റെ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന പട്ടാളക്കാരൻ ജിഹാദിലാണ്. സാങ്കേതികമായും ഭാഷാപരമായും പഠിക്കേണ്ടതാണ്. ഒരു ഭാഷയോട് നമുക്ക് എങ്ങനെ വിരോധം? ഒരു ഭാഷ, ആ ഭാഷയിൽ എന്താണ് അത്? മൂലകൃതികളിൽ നിന്ന് പഠിക്കണം. വിശുദ്ധ ഖുർആൻ ഹൈന്ദവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. 9-ാമത്തെ അധ്യായം 5-ാമത്തെ വാചകം. ആരിഫ്, ഞാൻ ഒരുപാട് തവണ നോക്കി, എനിക്ക് എവിടെയും കാണാൻ പറ്റിയില്ല അങ്ങനെ ഒരു വചനം. പിന്നെ എന്താ ഉള്ളത്? നിങ്ങൾ ഏകദൈവ വിശ്വാസികളായി എന്നതിന്റെ പേരിൽ ഞാൻ പറയുന്ന അടിവരട്ടോ. ഇതൊരു ക്ലിപ്പായി കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ പശുവിനെ ആരാധിക്കും, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ? ഉണ്ട്. അതിനെ വലിയ സംഗതിയായിട്ട് അവർ കരുതുന്നു. നമുക്ക് എതിർക്കാൻ പറ്റില്ല. ഒരാള് എലീനെ ആരാധിക്കും, പാമ്പിനെ ആരാധിക്കും, അവരുടെ വിശ്വാസം. എന്നാ പാമ്പിനെ ആരാധിക്കാത്തവനെ അതിന്റെ പേരിൽ കൊല്ലാൻ പാടുണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ആടുകളുമായി ഭയങ്കര ബന്ധം പുലർത്തിയവരാണ് പ്രവാചകന്മാർ. ആടിനെ മേച്ചവരാണ്. ഒട്ടകം, ആട് എന്നൊക്കെ പറയുന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട 2 വാഹനങ്ങളായി, അല്ലെങ്കിൽ 2 ഉപയോഗിച്ച നക്കലുകളായി. ആടിനെ ആരാധിക്കുക എന്നുള്ളൊരു തത്വം ഇസ്ലാമിലില്ല. ഒട്ടകത്തെ ആരാധിക്കുക എന്നുള്ളൊരു തത്വം ഇസ്ലാമിലില്ല. അത്രമേൽ വലിയ ബന്ധം അതിനോടുണ്ടെങ്കിലും ആൽമരം ഒരു ആരാധനയോടുകൂടി കാണുന്നവരുണ്ട്. ശരിക്കും പള്ളിമുറ്റത്തും ആൽമരം വേണം. കാരണം എന്താ? ആൽമരം ആരുടേതുമല്ല, നമ്മൾ നമ്മുടേതാക്കി മാറ്റുകയാണ്. ആൽമരം എന്ന് പറഞ്ഞാൽ പൊതുവെ ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്ന നല്ലൊരു ഔഷധ ചെടിയാണ്. അതിന്റെ ചോട്ടിൽ പോയിരുന്നാൽ മനുഷ്യന്റെ ബുദ്ധിയൊക്കെ ഉണരും. അത് ഹിന്ദുക്കൾക്ക് മാത്രം ഉണർന്നാൽ മതിയോ? പള്ളിന്റെ കോമ്പൗണ്ടിൽ ആൽമരം വേണം, പക്ഷെ നാളെ അത് പോയിട്ട് അമ്പലാക്കാതിരുന്നാൽ മതി. നമ്മുടെ നാട്ടിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് അതാണ്. ചന്ദ്രൻ, അത് മുസ്ലിങ്ങളെ പള്ളിയിൽ മാത്രം ചന്ദ്രക്കല്ല. എന്താ ചന്ദ്രൻ ആരോ നമുക്ക് തീരെ എഴുതി തന്നതാ? അല്ലല്ലോ, മനുഷ്യകുലത്തിന് പ്രകാശം പരത്തുന്ന ഒരു ഗോളമാണ്. പക്ഷെ എല്ലാം നമ്മൾ നമ്മുടേതാക്കി മാറ്റി, ഓരോരുത്തരുടെയും സെപ്പറേറ്റ്. ഞാനിന്ന് പറയുന്നത് ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെങ്ങാൻ ചിന്തിച്ചാൽ നിങ്ങൾക്ക് നിസ്സാരമായ അവസ്ഥ. നിങ്ങൾ ഒരുപക്ഷെ ജനിച്ചതിനു ശേഷം പലരും ഈ ഒരു ടൈപ്പ് പ്രസംഗം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ഈ നാട്ടിൽ. ഞാൻ പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയവും ആരുടെ മുമ്പിൽ പറയാൻ ഒരു മടി ഇസ്ലാമില്ല. മറച്ചു വെക്കേണ്ട കാര്യമില്ല, മറച്ചു വെക്കേണ്ട ഒന്നും ഇസ്ലാമിലില്ല. നമുക്ക് ഒന്നാമതായി ഞാൻ എന്റെ ഈ വിഷയത്തിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞ് എടുത്തു വെച്ച ഈ വിഷയത്തിന്റെ ഒറ്റ പോയിന്റിൽ അവസാനിപ്പിക്കും. സൂര്യനെ, ചന്ദ്രനെ, വിശുദ്ധ ഖുർആന്റെ പ്രയോഗം തന്നെ എന്താ? ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ وَأَلْقَى فِي الْأَرْضِ رَوَاسِيَ أَن تُمِيدَ بِكُمْ وَبَثَّ فِيهَا مِنْ كُلِّ دَابَّةٍ وَأَنزَلْنَا مِنَ السَّمَاءِ مَاءً فَأَنبَتْنَا فِيهَا مِنْ كُلِّ زَوْجٍ كَرِيمٍ هَذَا خَلْقُ اللَّهِ فَأَرُونِي ماذا خَلَقَ الَّذِينَ مِنْ دُونِهِ بَلِ الظَّالِمُونَ فِي ضَلَالٍ مُبِينٍ. ഈ 2 ഖുർആനിക വചനം, ഖുർആനിലെ 31-ാം അധ്യായം 10-11 വചനം. അവലംബങ്ങളില്ലാതെ ആകാശമേലാപ്പിനെ നാട്ടി നിർത്തിയ നിങ്ങളുടെ ദൈവം.
അത് ശ്രീരാമൻ അല്ലാന്ന് ആ വാചകത്ത് കിട്ടി, യേശു അല്ലാന്ന് കിട്ടി, മുഹമ്മദ് നബി അല്ലാന്ന് കിട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? ആകാശം വരെയൊക്കെ മുമ്പേ ഉള്ളതാ. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം നോക്കി നിങ്ങൾ ചിന്തിക്കുന്നവർക്ക് 78 സ്ഥലത്താണ് ഖുർആൻ ചോദിച്ചോ ചിന്തിക്ക്. തെങ്ങിനെ സൃഷ്ടിച്ചനും ആൽമരത്തെ സൃഷ്ടിച്ച ഈത്തപ്പഴയെ സൃഷ്ടിച്ച പടച്ചോൻ ഒക്കെ ഒന്നാണടോ, ഒറ്റ പടച്ചോൻ, ഒന്നിലധികമല്ല. എന്നിട്ട് ഖുർആൻ പറയുന്നതോ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ മൗണ്ടൈൻസിനെ സൃഷ്ടിച്ച ദൈവം. ശ്രീരാമൻ ജനിക്കുമ്പോൾ ഇവിടെ മൗണ്ടൈൻസ് ഉണ്ട്, എവറസ്റ്റ് ഉണ്ട്, എല്ലാ പർവ്വതങ്ങളും ഉണ്ട്. ഈ നേതാക്കന്മാരൊക്കെ ജനിക്കുന്നതിനും ഈ ഭൂമിയിൽ പർവ്വതമുണ്ട്. ഖുർആന്റെ ചോദ്യം തന്നെ എന്താണ്? പർവ്വതത്തെ ആണിയാക്കിയവൻ ദൈവം. നിങ്ങൾ വിചാരിക്കണ്ടോ എന്തൊരു നിസാര കാര്യം ഈ പറയുന്നത്? നമ്മളിങ്ങനെ മുമ്പേ ഗമിച്ചീടിന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. അമ്പലത്തിൽ ഉത്സവമുള്ളപ്പോ പോവും, അവിടെ പാട്ടും കൂത്തും ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ആത്മീയ കേന്ദ്രത്തിന് നിലക്കാത്തൊക്കെ നേർച്ച സ്ഥലത്തും പൂരോത്സവത്തിൽ എല്ലാ മതസമൂഹത്തിനും ഉണ്ടാവും. എന്നിട്ട് അവിടുന്ന് ചോദിക്കുക 7 ദിവസം ക്ഷേത്രോത്സവം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ എന്ത് ജീവിത വിശുദ്ധി നേടി എന്ന് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? പട്ടാമ്പി നേർച്ചക്കോ കൊണ്ടോട്ടി നേർച്ചക്കോ വിഴിഞ്ഞം നേർച്ചക്കോ പോയി വരുന്ന തിരുവനന്തപുരം ഭീമാവും മിച്ചന്റെ നേർച്ച കഴിഞ്ഞ് വരുന്ന ഒരുത്തനോട് ചോദിക്കും, മോനെ നീ ആ നേർച്ച തുടങ്ങുന്നതിന് മുമ്പ് ജീവിച്ചതും നേർച്ചന്റെ ഇടക്കും, ഓൻ പറയും ഞാൻ ലേശം കൂടുതൽ കഞ്ചാവ് കഴിച്ച് ആ ദിവസങ്ങളിലാണ്. കാരണം അതൊക്കെ കിട്ടുന്ന കേന്ദ്രമാണിത്. നിങ്ങൾ ചിന്തിക്കോ? നിങ്ങൾ അംഗീകരിക്കോ? പരിശോധിച്ചു നോക്ക്. നിങ്ങൾ എല്ലാ ധർമ്മങ്ങളുടെയും കേന്ദ്രമായി ആരാധനാലയങ്ങളുടെ പരിസരം മാറാനുള്ള കാരണം എന്താ അറിയോ? സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് മനുഷ്യർ യാത്ര ചെയ്യും. സൃഷ്ടാവിനെ ആരാധിക്കുമല്ല, അല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതാബോധമുള്ളവരാകാൻ എന്ന് പഠിപ്പിച്ച് അതാകുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഓരോ വർഷത്തിലെ ശബരിമലയിലും ഹജ്ജിനും പോയി വന്ന മനുഷ്യൻ നന്നാവല്ലേ വേണ്ടത്? എന്തേ നന്നാകാത്തത്? എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഞാൻ എന്റെ നാട്ടുകാരോട്, ഇതിന്റെ സംഘാടകരോട്, ഇതിവിടെ അവസാനിക്കരുത്. ഈ നാടിന്റെ മുക്കുമൂലകളിൽ സന്യാസിനെ വിളിച്ചോങ്ങള്, പള്ളിയിലച്ഛനെ വിളിച്ചോങ്ങള്, ഞാൻ വരും. ജനങ്ങളോട് പറ, എല്ലാ മതത്തിന്റെ അന്തസാരങ്ങളും ജനങ്ങളോട് പറ. അതിലേറ്റവും കാര്യമായി പറയേണ്ടത് യാ അയ്യുഹന്നാസ് ഖുലൂ മിമ്മാ ഖുലൂ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശൂബൻ വ ഖബായില ലിതഅറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹ് അത്ഖാകും. മനുഷ്യരെ, ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാണ് നമ്മൾ. നമ്മുടെ ദൈവം ഒന്നാണ്, നമ്മൾ ഒറ്റ സമുദായമാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ. ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. ലോകമാണ് തറവാട്. നമ്മളൊരു പടച്ചോന്റെ അടിമകളാണ്. ഒരേ വായു ശ്വസിച്ച് ഒരേ വെള്ളം കുടിച്ച് നമുക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്. തിരുത്തേണ്ടതുണ്ട് എന്നതാണ് അവസാനിപ്പിക്കുമ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.